ചങ്കിലക്കാക്കി ഭാഗം 12. എന്ത് വേഷാണ് കുട്ടി ഇത്? ഇങ്ങനാണോ ബസ്സിൽ കയറി കോളേജിൽ പോകുന്നേ? രാവിലെ ഒരു ജീൻസും ഒരു ചെറിയ ടോപ്പ് ഇട്ടുകൊണ്ട് കോളേജിൽ പോകാൻ ഇറങ്ങിയ എന്നോട് അമ്മ പൊട്ടിത്തെറിച്ചു. നല്ലതല്ലേ? ഞാനാട്ടോ. എന്ത് നല്ലതല്ലേ? ആകെപ്പാടെ 5 അടി കഷ്ടി പൊക്ക. എത്തി വലിഞ്ഞ് ബസ്സിൽ പിടിച്ച് നിൽക്കുമ്പോ പിന്നെ വയറും കണ്ടതായി. വല്ല ആഭാസന്മാരും എന്തെങ്കിലും ചെയ്താൽ പിന്നെ അവന്റെ പുറകെ ഓടിക്കോളും. നിന്റെയൊക്കെ വസ്ത്രമാണ് എല്ലാ വഴിവിട്ട പ്രശ്നങ്ങൾക്കും കാരണം. അമ്മയുടെ ആ വാദത്തോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. അമ്മ ആള് കൊള്ളാലോ. കണ്ട ആഭാസന്മാര് ചെയ്യുന്ന പോക്കൃത്തരം എല്ലാം പെൺകുട്ടികളുടെ തല്ലിൽ കെട്ടിവെക്കുവാണോ? അമ്മയും ഒരു സ്ത്രീയല്ലേ? എന്നെ അരിശത്തോടെ നോക്കി തുടർന്നു. ഞാനും ഒരു സ്ത്രീയും അധ്യാപികയാണ്. നിന്നെക്കാളും അനുഭവം എനിക്കുണ്ട്. ഒരു ബസ്സിൽ കയറുന്ന എല്ലാ പുരുഷന്മാരും നല്ലവരായിരിക്കോ? നമ്മൾ തന്നെയാണ് ആഭാസന്മാർക്ക് അവസരം കൊടുക്കുന്നത്. മര്യാദയ്ക്ക് പോയി വേഷം മാറി കുടുംബത്തിൽ പറഞ്ഞ കുട്ടികളെ വേഷം ധരിക്കൂ. അമ്മയാണ്. ഉറഞ്ഞു തുള്ളുന്നു. ഒരു ചൂരലിന്റെ കുറവും കൂടിയേ ഉള്ളൂ. രുദ്ര ഈ വാക്കുതർക്കത്തിനിടയ്ക്ക് എപ്പോഴോ കോളേജിൽ പോയി. അമ്മ ഈ വേഷവും എന്നെ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. മേശമേൽ അമ്മ ഒറ്റ അടി അടിച്ചു. നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഈ വേഷം മാറുമെങ്കിൽ മാത്രം കുട്ടി ഇന്ന് കോളേജിൽ പോയാൽ മതി. അമ്മ അലറുകയായിരുന്നു. ഗത്യന്തരമില്ലാതെ ഞാൻ തിരിച്ചു മുറിയിലേക്ക് ചെന്നു. ഇവിടത്തെ സൈക്കോ ആ അമ്മയാണെന്നാ തോന്നണേ. എന്റെ അലമാര തുറന്ന് ഒരു കുർത്ത എടുത്തു. കണ്ണാടിക്ക് മുന്നിലേക്ക് വന്നപ്പോൾ ടീച്ചറമ്മയുടെ കൽപ്പന ഓർമ്മ വന്നു. മര്യാദയ്ക്ക് പോയി വേഷം മാറി കുടുംബത്തിൽ പിറന്ന കുട്ടികളുടെ വേഷം ധരിക്കൂ. ഇപ്പൊ ശരിയാക്കി തരാട്ടാ. എനിക്ക് കല്യാണത്തിന് കിട്ടിയ ഒരു സമ്മാനം. ഒരു ഷിഫോണിൽ മുത്തുകൾ കൊണ്ട് ചിത്രങ്ങൾ നെയ്ത ഒരു സാരി. കടുന്നീല നിറത്തിൽ വെള്ള മുത്തുകൾ. ഒരു വെള്ള ബ്ലൗസ് തപ്പിയെടുത്ത് സാരി ഉടുത്തു. വളരെ ചെറിയ പ്ലീറ്റൊക്കെ എടുത്ത് കുത്തി. എങ്ങനെ കൈപൊക്കിയാലും വയറ് നന്നായി കാണുമെന്ന് ഉറപ്പുവരുത്തി. ആ അമ്മ കലുതുള്ളി താഴെ നിന്ന് നിലവിളിക്കുന്നുണ്ട്. നേരം വൈകുവാണല്ലോ. ഒടുവിൽ മുകളിൽ കയറി വന്ന് വാതിലിൽ ശക്തിയായി ആഞ്ഞു മുട്ടി. ഞാൻ മെല്ലെ ചെന്ന് വാതിലിനരികിൽ നിന്ന് വയറൊക്കെ നന്നായി കാണുന്നുണ്ടോ എന്ന് ഒന്നുകൂടി തിരിഞ്ഞു കണ്ണാടിയിൽ നോക്കി ഉറപ്പുവരുത്തി. ഒന്നുകിൽ അമ്മ ഇന്ന് സാരി ഉപേക്ഷിക്കും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഉപേക്ഷിപ്പിക്കും. അത്രയ്ക്ക് ഹോട്ട് ആൻഡ് സെക്സി ആണല്ലോ ഞാനിപ്പോ. ചെറുചിരിയോടെ വാതിൽ തുറന്നു ഞാൻ. ഈശ്വരാ, എന്റെ ബാല്യം തൊട്ട് വാർദ്ധക്യം വരെ പകച്ചുപോയി. അമ്മയെ പ്രതീക്ഷിച്ച് ഞാൻ കണ്ടത് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വന്ന് കണ്ണും തള്ളി നിൽക്കുന്ന അർജുനേട്ടനെയായിരുന്നു. എന്നെ അടിമുടി നോക്കിക്കൊണ്ട്. മോളെങ്ങടാ ഈ കോലത്തില്? ചമ്മി 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 നാണം കെട്ടു. അത് പിന്നെ അമ്മ. എന്നെ നോക്കിക്കൊണ്ട് തന്നെ മുറിയിലേക്ക് കയറി മൊബൈൽ മേശമേൽ വെച്ചു. വാച്ചൂരിക്കൊണ്ട് മൂളി. അമ്മ അമ്മ പറഞ്ഞോ ഈ കോലം കെട്ടാൻ? എന്നാ കൊള്ളാലോ. ഈശ്വരാ, ഈ കാക്കി എന്തിനാ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നേ? പേടിക്കരുത് വൈക, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അർജുനേട്ടന് ചായ എടുക്കട്ടെ? വിഷയം മാറ്റാനായി ഞാൻ പറഞ്ഞു. അത്രയ്ക്കൊരു വല്ലായ്മ എന്നെ പൊതിയുന്നുണ്ടായിരുന്നു. വേണ്ട, അമ്മ തന്നു. നീ എന്താ ക്ലാസ്സിൽ പോകുന്നില്ലേ? ആ, ഞാൻ അമ്മയോടൊപ്പം പോകുന്നു. ഞാൻ വേഗം ബാഗ് എടുത്തതും എനിക്ക് കുറുകെ വന്നു നിന്നു. അമ്മ പോയി. പോയോ? ശേ, കഷ്ടായല്ലോ. ഞാൻ തല വെട്ടിച്ചു. ബാഗ് കട്ടിലേക്കിട്ടു. അത്രയ്ക്ക് നിരാശയായി പോയി ഞാൻ. അമ്മയെ കാണിക്കാനല്ലേ ഞാൻ ഈ കോലമൊക്കെ കെട്ടിയത്. എല്ലാം വെറുതെയായി. ഞാൻ മുന്നോട്ട് നോക്കിയതും കൈ രണ്ടും പിണച്ചു കെട്ടി എന്നെ തന്നെ സംശയദൃഷ്ടിയോടെ നോക്കി നിൽക്കുന്ന അർജുനേട്ടൻ. ഞാൻ വേഗം ബാഗും എടുത്ത് പുള്ളിയെ കടന്ന് പുറത്തേക്ക് പോകാൻ നോക്കിയതും വീണ്ടും കുറുകെ വന്നിരുന്നു. എവിടേക്കാ എന്റെ വൈകാശി? നീ ഐറ്റം ഡാൻസിന് പോണത്? അവിടെ നിൽക്ക്. എന്റെ വയറിലേക്ക് വിരൽ ചൂണ്ടി. ഇതടച്ച് പിന്നെ കുത്തി പോയാ മതി. ഞാൻ ചുണ്ടുകോട്ടി തിരിഞ്ഞ് കണ്ണാടിയിൽ വന്ന് എല്ലാം അടച്ച് പിന്നെ കുത്തി. തിരിഞ്ഞ് അർജുനേട്ടനെ നോക്കി. മതിയോ? എന്നെ ചെറുചിരിയോടെ നോക്കി. എന്തിനാ ആ മുടിക്കുള്ളിൽ ഒളിപ്പിച്ച് സിന്ദൂരം ഇടുന്നത്? അത് അത്രയും കഷ്ടപ്പെട്ടിടണമെന്നില്ല. അമ്മയെ പേടിച്ചിട്ടാണെങ്കിൽ അമ്മ അതൊന്നും ശ്രദ്ധിക്കാറില്ല. മാത്രമല്ല, എപ്പോഴും കൊലഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ മുടിക്കുള്ളിൽ അതൊന്നും ആരും കാണാൻ പോകുന്നുമില്ല. എനിക്ക് ആ സംസാരം ഒട്ടും ഇഷ്ടമായില്ല. ഒരുപാട് വേദനിക്കുകയും ചെയ്തു. ആരെയും കാണിക്കാനല്ല ഞാൻ ഇടുന്നത്. ദേഷ്യത്തിൽ അതും പറഞ്ഞ് ഞാൻ മുഴുവൻ സിന്ദൂരവും മായ്ച്ചു കളഞ്ഞു. അർജുനേട്ടനെ നോക്കിയപ്പോൾ എന്നെ നോക്കി അതേ ചിരിയോടെ നിൽക്കുന്നു. ഒന്നും പറയാതെ തന്നെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ബസ്സിൽ കയറി കോളേജിലെത്തും വരെയും ആ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ നിമിഷത്തെ ഞാൻ വല്ലാതെ ശപിച്ചുകൊണ്ടിരുന്നു. വല്ലാതെ എന്റെ മനസ്സെന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അർജുനേട്ടൻ ഞാൻ വേദനിപ്പിച്ചോ? എന്നെ വേദനിപ്പിച്ചില്ലേ? എന്നാലും ഞാൻ വേദനിപ്പിക്കാവോ? ആരുമില്ലാത്ത വൈകയ്ക്ക് എങ്ങനെയോ വീണ് കിട്ടിയ സമ്മാനമല്ലേ. എനിക്ക് ചുറ്റും ഞാൻ കണ്ട വിവാഹിതകളെല്ലാവരും സിന്ദൂരം അണിഞ്ഞിരുന്നു. ഞാൻ അന്ന് ക്ലാസ്സിൽ കയറിയില്ല. ഇനി കുറച്ചുനാൾ കൂടി ക്ലാസ് ഉണ്ടാവുള്ളൂ. ക്യാൻറ്റീനിൽ പോയി, ലൈബ്രറിയിൽ പോയി. ഒരു സ്വസ്ഥതയുമില്ല.
എന്നെ തിരക്കി അനു എത്തി. ക്ലാസ്സിലൊന്ന് വന്ന് എത്തി നോക്കിക്കൂടെ നിനക്ക്? ഈ ദിവസങ്ങളൊക്കെ പിന്നീട് നഷ്ടായി എന്ന് തോന്നും. അനുവാണ്. ഞാൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. എന്റെ മനസ്സിപ്പോൾ സിന്ദൂരത്തിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്താ വൈക ഒരു വയ്യായിക? കാക്കി പണിയൊപ്പിച്ചോ? അർത്ഥഗർഭമായി അവളുടെ ചോദ്യം വന്നപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. സത്യം? അവൾ അതിശയത്തോടെ വീണ്ടും ചോദിക്കുന്നു. പിന്നൊന്നും നോക്കിയില്ല. ഞാനും അതെ എന്ന് തലയാട്ടി കൊടുത്തു. അവൾ വായും പൊളിച്ചിരിപ്പുണ്ട്. ഇവൾക്കെന്താണ് ഇത്ര അതിശയം? എന്റെ അർജുനന് ഇവൾക്ക് ഒരു കളിയാക്കലുണ്ട്. എന്നാലും വൈക, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നീയും അയാളും സെറ്റാവുമെന്ന്. ആ കാക്കി ആള് കൊള്ളാലോ. പൊതുവേ ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒരു സംശയമുണ്ട് നീ ഒന്ന് ഒതുങ്ങിയോന്ന്. ഇപ്പൊ ശരിയായി അല്ലേ? അങ്ങനെ അവൾ എന്തൊക്കെയോ എന്റെ മാറ്റങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാം വെറുതെ കേട്ടുകൊണ്ടിരുന്നതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല. അനു, ഈ കല്യാണം കഴിഞ്ഞ് എന്തിനാ സിന്ദൂരം ഇടുന്നത്? തൃശ്ശൂരിൽ ജനിച്ചു വളർന്ന ഞാൻ തികഞ്ഞ ഒരു പ്രവാസി നസ്രാണിയോടാണ് ചോദിച്ചത്. നീ ഇടാറില്ലേ? അത് വലിയ സംഭവമല്ലേ? അതിട്ടില്ലേ ഭർത്താവിന്റെ ആയുസ് കുറയും. കേട്ടിട്ടില്ലേ ദീർഘസുമംഗലി ഭവ? തീർന്നു. ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കൂടെ പോയി. ഞാൻ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ബാഗും എടുത്ത് അവളോട് നാളെ കാണാമെന്നും പറഞ്ഞ് ആദ്യം കണ്ട ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പാഞ്ഞു. വല്ലാത്ത വീർപ്പുമുട്ടലോടെ നഷ്ടപ്പെട്ടതെന്തോ എടുക്കാൻ ചെല്ലുന്നത് പോലെ അസഹ്യതയോടെ ഇരുന്നു. അത് കണ്ടിട്ടാവണം ഓട്ടോക്കാരൻ എന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. വണ്ടിയുടെ വേഗതയും കൂട്ടുന്നു. വീടിനു മുന്നിൽ ഓട്ടോ എത്തി അയാൾക്ക് കാശും കൊടുത്ത് അകത്തേക്ക് ചുവടുകൾ വെക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അത്ഭുതം തോന്നി. എന്താണ് വൈകാ നിനക്ക്? സ്ത്രീക്ക് മാത്രം എന്തിനാണ് സിന്ദൂരം? ഭാര്യയുടെ ദീർഘായുസിന് ഭർത്താക്കന്മാർക്കും എന്തെങ്കിലും ചാർത്തിയാൽ എന്താ എന്ന് ചിന്തിച്ചിരുന്ന വൈക എവിടെ? ഇന്ന് നീ എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്, വേദനിക്കുന്നത്? മനസ്സ് കൂരമ്പ് പോലെ ചോദ്യങ്ങൾ പായിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിനൊന്നും എന്റെ കാലുകളുടെ വേഗത കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒപ്പം മറ്റൊരു ഭയവും. അർജുനേട്ടൻ ചോദിച്ചാൽ എന്തു പറയും? അതാലോചിച്ച് ഞാൻ വാതിൽക്കൽ നിന്നു. അർജുനേട്ടൻ മുകളിൽ മുറിയിൽ ഉറക്കമായിരിക്കും. എപ്പോഴും നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ അങ്ങനാണ്. ഉച്ചയാവും എഴുന്നേക്കുമ്പോൾ. ആരും ഇടയ്ക്ക് പോയി ശല്യം ചെയ്യാറില്ല. ഞങ്ങൾക്ക് വേറെ താക്കോലുണ്ട്. അർജുനേട്ടൻ അറിയാതെ പൂജാമുറിയിൽ കയറി സിന്ദൂരം ഇടാം. വേഗം ഇറങ്ങാം. ഞാൻ മെല്ലെ താക്കോലെടുത്ത് വാതിൽ തുറന്നു. അകത്തേക്ക് കയറി. മെല്ലെ പൂജാമുറിയിൽ കയറി സിന്ദൂരമെടുത്ത് നെറ്റിയിൽ ചാർത്തി. കണ്ണടച്ച് പ്രാർത്ഥിച്ചു. എന്റെ അർജുനേട്ടന് വേണ്ടി. ഈശ്വരാ, തിരിയുമ്പോൾ പുറകിൽ അർജുനേട്ടന് ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചു. എന്റെ എല്ലാ കള്ളത്തരവും മൂപ്പര് കൃത്യമായിട്ട് കണ്ടുപിടിക്കാറുണ്ട്. സംശയത്തോടെ തിരിഞ്ഞു. ആരും ഉണ്ടായിരുന്നില്ല. ആശ്വാസം. മെല്ലെ മുൻവാതിലെത്തിയപ്പോൾ കേട്ടു ശബ്ദം. എന്തെടുക്കാൻ വന്നതാ വൈകാശി? അമിതമായ സ്നേഹത്തോടെയുള്ള ശബ്ദം. ഞാൻ നിന്നു. തിരിഞ്ഞു നോക്കിയില്ല. ഈ കാക്കി കാണാതെ ഇവിടെ ഒന്നും നടക്കില്ലേ ഭഗവാനെ? ഞാൻ ദയനീയതയോടെ മേലോട്ട് നോക്കി. അപ്പോഴേക്കും എന്റെ മുന്നിൽ വന്നു നിന്നു, വളരെ അടുത്ത്. എന്തിനാ വന്നേ? ഞാൻ മെല്ലെ പിന്നോട്ട് ചുവടുകൾ വെച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. എന്നോടൊപ്പം മുന്നോട്ടും ചുവടുകൾ വയ്ക്കുന്നുണ്ട്. അത് ഒരു ബുക്ക് എടുക്കാൻ, ഞാൻ വിക്കി പറഞ്ഞൊപ്പിച്ചു. ഒരു വഷളൻ ചിരിയോടെ മറുപടിയും വന്നു. പൂജാമുറിയിലാണോ നിന്റെ ബുക്ക് വെച്ചിരിക്കുന്നത്? പെട്ടു. എല്ലാം കണ്ടിരിക്കുന്നു ഭവാൻ. എന്നാലും സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ പൂജയ്ക്ക് വെച്ചിരിക്കുമായിരുന്നു. ഓഹോ, എല്ലാ മാസവും പൂജയ്ക്ക് വയ്ക്കും? വിരോധാഭാസം നിറഞ്ഞിരുന്നു ആ സ്വരത്തിലെങ്കിലും ആ കണ്ണുകൾ നിറച്ചും പ്രണയമായിരുന്നു. ആ കണ്ണുകൾ നേരിടാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. ഞാൻ വിറയ്ക്കുകയായിരുന്നു. എന്റെ മനസ്സും. എന്നിലേക്ക് ചേർന്ന് വരുന്ന അർജുനേട്ടനെ, ആ കണ്ണുകളെ, ആ ശരീരത്തിലെ ചൂട് എന്നിലും വ്യാപിച്ചതും ഞാൻ എന്റെ 2 കൈകൾ കൊണ്ടും ആ നെഞ്ചിൽ തള്ളി പിന്നോട്ട് മാറ്റി. എന്റെ വിറയ്ക്കുന്ന മുഖം കണ്ടാവണം അർജുനേട്ടനും പെട്ടെന്ന് പിന്നോട്ട് മാറി. അപ്പോഴും ആ മുഖത്ത് എനിക്കായി ആ പ്രണയവും ചിരിയും ഉണ്ടായിരുന്നു. ഞാൻ കൊണ്ടാക്കാം കോളേജില്, എന്നെ നോക്കി ചിരിയോടെ പറഞ്ഞിട്ട് വേഗം ഗോവണി കയറിപ്പോയി. ഞാൻ അടുക്കളയിലേക്ക് വേഗം വന്നു. അപ്പോഴും ഞാൻ വിറച്ചുകൊണ്ടിരുന്നു. എന്റെ കൈയും കാലും. ഞാൻ വേഗം വെള്ളം എടുത്തു കുടിച്ചു. മുഖം കഴുകി. വീണ്ടും കഴുകി. കണ്ണാടിയിലേക്ക് നോക്കി. എന്തിനാ ഞാൻ ഇത്രയധികം ഭയക്കുന്നത്? നീയും ആഗ്രഹിക്കുന്നില്ലേ വൈക? ഇങ്ങനൊരു നിമിഷം നീയും ആഗ്രഹിച്ചിരുന്നില്ലേ? എന്നിട്ടും ഞാൻ മുഖം തുടച്ചു. അപ്പോഴേക്കും പുറത്ത് ബുള്ളറ്റ് എടുക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഞാൻ വേഗം വീട് പൂട്ടി ഇറങ്ങി. പിന്നിലിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് എന്നെ തേടി വന്ന കണ്ണുകൾ എന്നെ വല്ലാതെ വിറപ്പിക്കുന്നുണ്ടായിരുന്നു. എന്റെ മനസ്സ് ഒരേ നിമിഷം ആ കണ്ണുകൾ ആഗ്രഹിക്കുകയും ഭയക്കുകയും ചെയ്യുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ഈയിടെയായി അർജുനേട്ടന്റെ അടുത്ത് പോകുമ്പോഴെപ്പോഴും ഞാൻ അറിയാത്ത എന്തോ ഒന്ന് എന്നെ പൊതിയുന്നുണ്ടായിരുന്നു. ഒരുപാട് അടുക്കാനും എന്നാൽ അകലുമോ എന്ന ഭയത്താൽ അകലാനും പ്രേരിപ്പിക്കുന്ന ഒന്ന്. ഡോ, ഇറങ്ങുന്നില്ലേ? അർജുനേട്ടന്റെ ശബ്ദമാണ് എന്നെ ഉണർത്തിയത്. ഞാൻ വേഗം ഇറങ്ങി.
എന്നാൽ ചുറ്റുപാട് നോക്കിയപ്പോൾ ഞാൻ അമ്പരന്നു അർജുനേട്ടനെ നോക്കി. വാ, ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോവാം. അതും പറഞ്ഞ് മുന്നിലേക്ക് നടന്നു. ഞാനും ഒപ്പം നടന്നു. അരണ്ട വെളിച്ചവും നല്ല മനോഹരമായ ഇരിപ്പിടങ്ങളും നല്ല നേർത്ത ശബ്ദത്തിൽ ഗസൽ ഗാനങ്ങളും ഒക്കെയുണ്ട്. ഞങ്ങൾ രണ്ടുപേർക്കിരിക്കാനുള്ള ഇരിപ്പിടത്തിലിരുന്നു. നിനക്കിഷ്ടമുള്ളത് ഓർഡർ ചെയ്തോ? മെനു കാർഡ് എനിക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു. ആ പ്രവൃത്തി എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. എങ്കിലും ഞാൻ ഗൗരവത്തിലിരുന്നു. എനിക്ക് ടിഫിനുണ്ടല്ലോ, ഞാൻ ഒരു ഉഴപ്പം മട്ടിൽ പറഞ്ഞു. ഉവ്വോ, എന്നാ പിന്നെ നീ അത് കഴിക്ക്, ഞാൻ എനിക്ക് ഓർഡർ ചെയ്യാം എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് മെനു കാർഡ് വാങ്ങാൻ നോക്കി. ഞാൻ കൊടുത്തില്ല. അയ്യടാ, മോൻ ഇന്നലെയും രാത്രി പുറത്തുനിന്നല്ലേ കഴിച്ചത്, അതുകൊണ്ട് ഇന്ന് എൻ്റെ ടിഫിൻ കഴിച്ചാൽ മതി, ഞാൻ എനിക്ക് ഓർഡർ ചെയ്യാട്ടോ. ഓഹോ, അപ്പോൾ അങ്ങനാണ്, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞതിന് തലയുമാട്ടി സമ്മതിച്ച് ചിരിയോടെ ചാരിയിരുന്നു. ഞാൻ രണ്ടാൾക്കുള്ള ഭക്ഷണം ഓർഡർ ചെയ്തു. ഭക്ഷണം വരുന്ന നേരം വരെയും എന്ത് ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം അർജുനേട്ടൻ എന്നെ മാത്രമേ നോക്കുന്നുള്ളൂ. വൈഗ കാണാൻ അമ്മയെപ്പോലെയാണോ? ആണെന്ന് തോന്നുന്നു. അച്ഛൻ പറയും ഒരു 50% എന്ന്. അർജുനേട്ടൻ അമ്മയെപ്പോലെയാണെന്ന് തോന്നുന്നു. കുറച്ച്. ബാക്കി അച്ഛനെ പോലെയും. അച്ഛന് വെളുത്ത നിറമായിരുന്നില്ല, എന്നാൽ നല്ല അഴകുണ്ടായിരുന്നു. കട്ടി മീശയുണ്ടായിരുന്നു. ഒത്തിരി ആരാധികമാരും ഉണ്ടായിരുന്നു. രസികനായിരുന്നല്ലോ. അച്ഛനോടൊപ്പമുള്ള ഓരോ ദിവസങ്ങളും തമാശകളും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അച്ഛനെപ്പറ്റി പറയുമ്പോഴെല്ലാം ആ തെളിയുന്ന മുഖത്തേക്ക് നോക്കി. ഓർമ്മകളാണെങ്കിൽ പോലും സന്തോഷം നിറഞ്ഞിരുന്നു. അല്ലെങ്കിലും ആ വീട്ടിലൊരു രസികന്റെ കുറവുണ്ടായിരുന്നില്ലേ? എവിടെയാണെന്നറിയോ? എന്നെ നോക്കി തലയാട്ടി. ആണോ? എന്നാ പിന്നെ തിരിച്ചു വിളിച്ചോണ്ട് വരുമോ? ഇത്രയും വർഷം കഴിഞ്ഞില്ലേ, അമ്മയുടെ പിണക്കൊക്കെ മാറിയിട്ടുണ്ടാവും. എന്നെ തന്നെ നോക്കി ഒന്നും മിണ്ടാതിരുന്നു. നമുക്ക് ഒരുമിച്ച് പോയി വിളിച്ചോണ്ട് വരാന്നേ, അമ്മയോട് സംസാരിക്കാം. ആ, നീ പറഞ്ഞ അമ്മ കേൾക്കുമല്ലോ. എന്നെ കളിയാക്കിയതാ. ഞാനും അമ്മയെ അത്രയ്ക്ക് സ്നേഹമാണല്ലോ. ഞാനൊന്ന് ഇളിച്ചു കാണിച്ചു. ഞാൻ പോയി അച്ഛനോട് സംസാരിക്കാം. അർജുനേട്ടൻ അമ്മയോട് പറയൂ, നമുക്ക് നാളെ തന്നെ അച്ഛനെ വിളിച്ചോണ്ട് വരാം. എന്നെ തന്നെ നോക്കിയിരുന്നു. അച്ഛനോടൊപ്പം അമ്മയുടെ അടുത്ത കൂട്ടുകാരിയെയും അവരുടെ മക്കളെയും കൊണ്ടുവരേണ്ടി വരും. വേണോ? ഞാൻ ഞെട്ടി അർജുനേട്ടനെ നോക്കി. ഇത്രയും നാൾ അർജുനേട്ടനിലൂടെ ഞാൻ പടുത്തുയർത്തിയ അപ്പുക്കുട്ടൻ മാഷ് എന്ന പ്രതിബിംബം ഒരു നിമിഷം കൊണ്ട് തകർന്നു വീണു. അപ്പുക്കുട്ടൻ മാഷിന്റെ പ്രണയം ഭാര്യയ്ക്ക് മാത്രമായിരുന്നില്ല, ഭാര്യയുടെ വിധവയായ ആത്മമിത്രത്തിനും കൂടി പകർന്നു കൊടുത്തു. അത് മനസ്സിലാക്കിയ അമ്മ മാഷിന് ചെകിട്ടത്ത് 2 പൊട്ടിക്കുകയും ചെയ്തു. മാഷ് സ്വന്തം ഇഷ്ടപ്രകാരം വെച്ച വീടും ചുറ്റുമുള്ള സ്ഥലവും അമ്മയുടെ പേരിൽ എഴുതി വാങ്ങിപ്പിച്ച് ഇറക്കി വിട്ടു. ഇന്നും അച്ഛനെ കാണാൻ ആഗ്രഹം തോന്നുമ്പോൾ ഓർമ്മ വരുന്നത് കുറ്റബോധത്തോടെ തലതാഴ്ത്തി ഇറങ്ങിപ്പോകുന്ന മുഖമാണ്. ഞങ്ങൾക്ക് നഷ്ടമായത് നല്ലൊരു അച്ഛനെയായിരുന്നു. ആ സ്നേഹമായിരുന്നു. അബദ്ധം പറ്റിയതാവും. ചിലപ്പോൾ അത്ര ആഴമുള്ള ബന്ധമൊന്നും ആവില്ലായിരിക്കാം. ഇതൊക്കെ ഒരു മകനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. ഭാര്യയ്ക്ക് അങ്ങനല്ല, വഞ്ചന തന്നെയാണ്. എന്നാൽ അമ്മയ്ക്ക് നഷ്ടമായത് അമ്മയുടെ ചിരിയും സന്തോഷവും ഒക്കെ ആയിരുന്നു. പലപ്പോഴും അച്ഛനെ പോയി കാണാമെന്ന് ആലോചിക്കും. അപ്പോൾ ആരും കാണാതെ ഒറ്റയ്ക്ക് നിശബ്ദം കരയുന്ന അമ്മയെ ഓർക്കും. അമ്മ ഇത്രയും ധൈര്യത്തോടെ പിടിച്ചു നിന്നത് ഞങ്ങൾക്ക് വേണ്ടിയല്ലേ? ഇന്നും നാട്ടിൽ ആർക്കും അറിയില്ല അച്ഛനെപ്പറ്റി. നാട് വിട്ട് കാശിക്കോ മറ്റോ പോയി, അങ്ങനെയാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. അച്ഛൻ്റെ വീട്ടുകാർക്കറിയാം സത്യം. അമ്മയോട് ഇപ്പോഴും ദേഷ്യമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെയും സുഭദ്രയുടെയും വിവാഹം നടക്കാത്തതും. എനിക്ക് വേണമെങ്കിൽ സുഭദ്രയെ വിവാഹം കഴിക്കായിരുന്നു. എന്നാ അപ്പോഴും തോക്കുന്നത് എൻ്റെ അമ്മയല്ലേ? അർജുനേട്ടൻ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ടീച്ചർ അമ്മയ്ക്ക് ഒരു പ്രത്യേക പരിവേഷം വരികയായിരുന്നു. ഒപ്പം അപ്പുക്കുട്ടൻ മാഷിനോട് വെറുപ്പും. എന്നാൽ ഉള്ളിൽ എവിടെയോ ഒരു വേദന. ചില തെറ്റുകൾ അങ്ങനെയാണ്, എത്ര ആഗ്രഹിച്ചാലും പശ്ചാത്തപിച്ചാലും തിരുത്താൻ കഴിയാത്തവ. തീർച്ചയായും അപ്പുക്കുട്ടൻ മാഷ് തിരിച്ചു വരാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഈ അപ്പുക്കുട്ടൻ മാഷ് ഈ പരിപാടിക്ക് പോയില്ലായിരുന്നുവെങ്കിൽ ടീച്ചറമ്മ സന്തോഷിച്ചിരുന്നേനെ. അർജുനേട്ടനും കൃഷ്ണയ്ക്കും രുദ്രയ്ക്കും അച്ഛനോടൊപ്പം ജീവിക്കാമായിരുന്നു. സുഭദ്രയ്ക്കും അർജുനേട്ടനും ഒരുമിച്ച് ജീവിക്കാമായിരുന്നു. അപ്പോൾ ഞാനോ? ഞാനെന്ത് ചെയ്യും? എനിക്കാരാ? അപ്പോൾ ഞാനാണോ കാരണം? എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടണേ വൈകാലക്ഷ്മി? ഞാൻ തന്നെ എൻ്റെ തലക്കിട്ട് കൊടുത്തു. ഇതെല്ലാം വാങ്ങിക്കൂട്ടിയിട്ട് കഥ കേട്ടിരിക്കുവാണോ? കഴിക്ക്. അർജുനേട്ടൻ്റെ ഒപ്പം കഴിച്ചിറങ്ങുമ്പോൾ എനിക്കിനി കോളേജിൽ പോകാൻ വയ്യായിരുന്നു. കോളേജിന് മുന്നേ ബൈക്ക് നിർത്തിയപ്പോൾ ഞാൻ മടിച്ചിറങ്ങി. ഇനി 2 മണിക്കൂർ കഷ്ടിച്ചേ ഉള്ളൂ, അതുകൊണ്ട്. ചെറുചിരിയോടെ എന്നെ കേട്ടു. ആ, ബാക്കി പോരട്ടെ. നല്ല ചമ്മലുണ്ടായിരുന്നു. ഞാൻ മെല്ലെ ഷർട്ടിലെ പൊടിയൊക്കെ തട്ടിക്കൊടുത്തു. അതെ, പിന്നെ എനിക്ക് കോളേജിലും വീട്ടിലും പോണ്ട. അപ്പോഴും ചിരിക്കുന്നു. പിന്നെ പറ. എവിടെ പറയും? ഞാൻ ആലോചിച്ചു. എൻ്റെ ചെവിക്കരിയിൽ വന്ന് ശബ്ദം താഴ്ത്തി പറഞ്ഞു.
വേഗം പറ വൈകാശി, ടീച്ചർ എങ്ങാനും പിടിച്ചുകൊണ്ടുപോയി ക്ലാസ്സിലിരുത്തും. ചിരിയോടെ ഞാൻ ആ മുഖത്തേക്ക് നോക്കി ആലോചിച്ചു. സിനിമയ്ക്ക് പോയാലോ? അപ്പോൾ അർജുനേട്ടനെ കാണാൻ പറ്റില്ലല്ലോ, ഇരുട്ടല്ലേ. മാത്രമല്ല ഓർക്കാൻ ഒന്നും ഉണ്ടാവില്ല, സിനിമ മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പോഴും ആലോചന തന്നെ. അർജുനേട്ടന് ഇഷ്ടമുള്ള എവിടെയെങ്കിലും. എന്നെ നോക്കി വീണ്ടും ചിരിച്ചു. അതിന് മോള് ഇനിയും പാകാവാനുണ്ട്. അടിമുടി നോക്കിയുള്ള ആ വാചകം എനിക്ക് ഒട്ടും മനസ്സിലായില്ല. എന്താ? സംശയത്തോടെയുള്ള എൻ്റെ ചോദ്യത്തിനും ചിരിയായിരുന്നു മറുപടി. നിനക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞോളൂ, പോകാം. പക്ഷെ രാത്രി വൈകാതെ വീട്ടിൽ കയറണം, അത്രേ ഉള്ളൂ. അതും പറഞ്ഞ് ഹെൽമറ്റ് തലയിൽ വെച്ചു. ഇവിടെ ആ വഴിയിലൂടെ കുറച്ച് പോകുമ്പോൾ വയലും അതിനും അപ്പുറം ഒരു വലിയ കായലുണ്ട്, നിറച്ചും ആമ്പൽപ്പൂക്കളും. അവിടെ പോവാം. നല്ല തണലും കാറ്റും ഉണ്ട്. ഞാൻ ബസ്സിലിരുന്ന് കണ്ടിട്ടുണ്ട്. പോവാം. എന്നെ നോക്കി കയറിക്കൊള്ളാൻ പറഞ്ഞു. അർജുനേട്ടനോടൊപ്പം അങ്ങോട്ടേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സ് നിറച്ചും പ്രണയമായിരുന്നു. മഴക്കാറുകളും ഞങ്ങൾക്ക് കൂട്ടുവന്നു ആ യാത്രയിൽ. തുടരും. അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ.